പാനൂർ ബോംബ് സ്ഫോടനത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കെപിസിസി നേതൃത്വം കത്ത് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അക്രമവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനുമാണ് മുഖ്യമന്ത്രിയുടെയും സിപിഎമ്മിന്റെയും ശ്രമമെന്ന് കെപിസിസി ആക്ടിംഗ് പ്രസിഡന്റ് എം ഹസൻ പറഞ്ഞു. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇത് അന്വേഷിക്കാൻ, ഇത് ബോംബ് സ്ഫോടനം എന്ന് പറയുന്നത് ഒരു ഭീകര പ്രവർത്തനമാണ്. സിബിഐയെ ചുമതലപ്പെടുത്തി എൻഐഎ പോലുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത കത്താണ് നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കാനും അക്രമവൽക്കരിക്കാനുമുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നതിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പാനൂർ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട പ്രചാരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കെപിസിസിയുടെ നേതൃത്വത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. പാനൂർ ബോംബ് സ്ഫോടന കേസിന്റെ അന്വേഷണം സിബിഐക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കെപിസിസി പരാതി നൽകിയിരിക്കുന്നത്. എം ഹസൻ, കെപിസിസിയുടെ ആക്ടിംഗ് പ്രസിഡന്റ്, വ്യക്തമാക്കിയിരിക്കുന്നത് എൻഐഎ പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൊണ്ട് തന്നെ ഈ ബോംബ് നിർമ്മാണം അന്വേഷിപ്പിക്കണം. വടകരയിൽ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമായ ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ വിളറി പൂണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഇടത് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, യുവജന സംഘടനകളുടെ ഭാരവാഹികളായിട്ടുള്ളവർ അടക്കം ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് എന്നാണ്. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, പലയിടങ്ങളിൽ സമാനമായ തരത്തിൽ ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലെ വിഷയദാരിദ്ര്യം മൂലം അക്രമം അഴിച്ചുവിടുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരായ നടപടികളുടെ ഭാഗമായി കേന്ദ്ര ഏജൻസി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് കെപിസിസി ആക്ടിംഗ് പ്രസിഡന്റ് മുമ്പോട്ട് വച്ചിരിക്കുന്നത്.